നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ കെ സുധാകരൻ MP സ്ഥാനം രാജിവെക്കുമോ? ഈ ഒരു ഭീതിയിലാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം. തന്നെ മാറ്റിക്കഴിഞ്ഞാൽ താൻ MP സ്ഥാനത്ത് തുടരില്ലെന്നും രാജിവെച്ച് വീട്ടിലിരിക്കുമെന്നുമാണ് കെ സുധാകരൻ AICC നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഉടനടി KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാതിരിക്കുന്നത്. കെ സുധാകരനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വളരെ സമാധാനത്തോടെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മതി എന്ന നിഗമനത്തിലാണ് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. കാരണം എടുത്തുചാടി കെ സുധാകരൻ MP സ്ഥാനം രാജിവെച്ചാൽ വീണ്ടും കണ്ണൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും കെ സുധാകരൻ മത്സരിക്കാതിരിക്കുകയും ചെയ്താൽ ആ സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെടും. ആ സീറ്റ് CPM കൊണ്ടുപോകും. ഇത് അറിയാവുന്ന സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം വളരെ കരുതലോടെയാണ് കരുക്കൾ നീക്കുന്നത്. AICC നേതൃത്വത്തെയും അവർ ഇക്കാര്യം അറിയിച്ചു. കാരണം കെ സുധാകരൻ എടുത്തുചാടി രാജിവെക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകരുതെന്നും അങ്ങനെ ഉണ്ടായാൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്നുമാണ് AICC നേതൃത്വവും KPCC നേതൃത്വവും വിലയിരുത്തുന്നത്. ദീപാദാസ് മുൻഷിയുടെ, കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിൽ കെ സുധാകരനെ മാറ്റി പുതിയൊരു KPCC പ്രസിഡന്റിനെ കൊണ്ടുവന്നാലേ സംഘടനാ സംവിധാനം നന്നായി ചലിക്കൂ എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് ഇന്നത്തെ ദിവസം കേരളത്തിലെ നേതാക്കളെ എല്ലാം ഡൽഹിക്ക് വിളിച്ചിരിക്കുന്നത്. എന്നാൽ കെ സുധാകരനെ മാറ്റി അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചാൽ അദ്ദേഹം ഏതറ്റം വരെയും പോകുമെന്നും അത് തടയാൻ കേരളത്തിലെ കോൺഗ്രസിനും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്കും കഴിയില്ലെന്നുമാണ് വിലയിരുത്തൽ. അതുകൊണ്ട് സുധാകരനെ പ്രകോപിപ്പിക്കാതെ സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിനായി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും AK ആന്റണിയും ഒക്കെ ഇടപെട്ട് വളരെ സമാധാനപൂർവ്വമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. കെ സുധാകരനെ മാറ്റണ്ട എന്ന് ശശി തരൂർ പറഞ്ഞതും അദ്ദേഹം ഉടനടി മാറണ്ട എന്ന് മറ്റ് നിശ്ചല നേതാക്കൾ, PJ കുര്യൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നതുമെല്ലാം ചേർത്ത് വായിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തെ പെട്ടെന്ന് മാറ്റിയാൽ അദ്ദേഹം പ്രകോപിതനായി കണ്ണൂർ MP സ്ഥാനം രാജിവെക്കുന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിൻ്റെ മുഖം നഷ്ടപ്പെടും. മാത്രമല്ല വലിയൊരു കലാപം സംസ്ഥാന കോൺഗ്രസിൽ ഉണ്ടാവുകയും ചെയ്യും. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് കഷ്ടിച്ച് ഇനി 6 മാസമേ ബാക്കിയുള്ളൂ. ആ 4 മാസം കഴിയുമ്പോൾ, ഏതാണ്ട് 10 മാസം കഴിയുമ്പോൾ സംസ്ഥാന നിയമസഭയിലേക്കും നിർണായകമായ തെരഞ്ഞെടുപ്പ് വരും. ഇപ്രാവശ്യം ഭരണം കിട്ടിയില്ലെങ്കിൽ പിന്നെ UDFൻ്റെ കാര്യം തീർന്നു. കോൺഗ്രസ് എന്നുള്ള പാർട്ടി മാത്രമാവും പ്രതിപക്ഷത്ത്. മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഇടതു മുന്നണിയിലേക്ക് പോരും. അതുകൊണ്ട് ഭരണം പോകുന്ന കാര്യം കോൺഗ്രസിന് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കെ സുധാകരനെ പ്രകോപിപ്പിച്ച് അദ്ദേഹത്തെ വേദനിപ്പിച്ച് അപമാനിച്ച് പുറത്താക്കേണ്ടെന്നും പതിയെ കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കിയാൽ മതിയെന്നുമാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും കെ സുധാകരൻ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു: തന്നെ പ്രകോപിപ്പിച്ചാൽ, തന്നെ അപമാനിച്ച് പുറത്താക്കിയാൽ താൻ കണ്ണൂർ പാർലമെന്റ് അംഗത്വം രാജിവെക്കും. ഇക്കാര്യത്തിൽ യാതൊരു മടിയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. കാരണം എനിക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയുമുള്ളൂവെന്നാണ് AICC നേതൃത്വത്തോട് കെ സുധാകരൻ പറഞ്ഞത്. അതുകൊണ്ട് സുധാകരനെ പേടിച്ചാണ് ഇപ്പോൾ AICC നേതൃത്വം പതിയെ കരുക്കൾ നീക്കുന്നത്. അദ്ദേഹത്തെ അപമാനിച്ചാൽ, പ്രകോപിപ്പിച്ചാൽ ഉറപ്പായിട്ടും അദ്ദേഹം MP സ്ഥാനം രാജിവെച്ചിരിക്കും.